ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യന് എക്സലിൽ എങ്ങനെ ചെയ്യാം, അപ്പോൾ അത് മുഖേന നമുക്ക് രണ്ട് മൂന്ന് ഫംഗ്ഷനും പഠിക്കാം എക്സലിൽ ഡാറ്റ അനാലിസിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ഞാൻ എടുത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്? കൗണ്ട് ദ നമ്പർ ഓഫ് മാച്ച് പ്ലേഡ് ഇൻ മെയ് 2008. എത്ര മാച്ച് പ്ലേഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആ മാച്ച് ഇതാണ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഈ ഡേറ്റിൽ നിന്ന് മെയ് 2008 വരെ 2008 പ്ലേ ചെയ്ത നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, മെയ് 2018 ഇതിൻ്റെ മെയ് 2018 ഈ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ ഇങ്ങനെയല്ല വരല്. 05 ഇതേ ഫോർമാറ്റിൽ നമുക്ക് അങ്ങനെ മെയ് 2018 എന്താക്കാം. 05 01 2008 ഇതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഡേറ്റിന് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 05 31 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 31 ദിവസം ഉണ്ട് മെയ്യിൽ. ഓക്കെ, 2008 ഈ ദിവസത്തിനുള്ളിലുള്ള ഇതിന് നമ്പർ ഓഫ് മാച്ച് പ്രൊവൈഡ് ചെയ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ റേഞ്ച് കൊടുക്കുക. ഓക്കെ, ആ റേഞ്ച് കണ്ടുപിടിക്കുക, ഏത് റേഞ്ചിലാണ് വേണ്ടത്. രണ്ട് കണ്ടീഷൻ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷനിൽ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് എണ്ണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൗണ്ട് ഇഫ്. അപ്പോൾ ഇതാണ് നമ്മൾ റേഞ്ച് അല്ലേ, ഇത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ഫ്രീ അടിക്കുക, എന്നിട്ട് കോമഡ. ഈ റേഞ്ചിലുള്ള സാധനം എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതാണ്, ഏത് റേഞ്ചാണ്? ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? ഈ ഡേറ്റിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതേപോലെ തന്നെ കോമ അപ്പോൾ ഈ ഡേറ്റിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. പക്ഷെ ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ കൊടുക്കണം ഇവിടെ. ഓക്കെ, കോമ ഇട്ടിട്ട് ഇതിൽ നിങ്ങൾ കണ്ടോ ഒരു റെഡ് ബാർ ഇങ്ങനെ, റെഡ് അണ്ടർലൈൻ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ? അപ്പോൾ എന്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ കാണിക്കുന്നുണ്ട്? കൗണ്ട് ഈഫ് ഓൺലി ടേക്ക് 2 ആർഗ്യുമെന്റ് ബട്ട് ദിസ് ആർഗ്യുമെന്റ് നമ്പർ 3 അപ്പോൾ കൗണ്ട് ഈഫിന് പകരം നമ്മൾ എന്താക്കണം, ഈഫ്സ് ആക്കണം കേട്ടോ. അതാണ് ആ മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും രണ്ടിൽ കൂടുതൽ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ കൗണ്ട് ഈഫ്സ് വേണം. ഈഫ് എന്ന് കൊടുത്താൽ തെറ്റും. ഈ നെസ് നമുക്ക് വീണ്ടും നമ്മൾ എന്താക്കണം, റേഞ്ച് സെലക്ട് ചെയ്യണം. ഈ ഡേറ്റിന്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് മുതൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ അടിക്കുക, കോമ ഇടുക. പിന്നെ നമുക്ക് ഈ
5/31/2008 വേണം അല്ലേ? അതെന്തായിരിക്കണം? അതിനെക്കാട്ടിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് ഡബിൾ കോട്ടിനുള്ളിൽ അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/1 ഇതേ ഫോർമാറ്റിലാണ് എഴുതണേ. കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഇവിടെ 31 ആക്കിയാൽ 2008. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഉണ്ടോ 40 കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 40 മാത്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഏത് മെയ് 2008. ക്ലിയർ ആയോ? ഞാൻ എഴുതുന്നതുകൂടി ഇവിടെ കാണിക്കാം. കോഡ് കൗണ്ട് ഇഫ് ഈക്വൽ ടു കൗണ്ട് ഇഫ്സ് എന്ന് കൊടുക്കുക. ഈഫ് അല്ല കൗണ്ട് ഇഫ്. എന്നിട്ട് ഇതെന്താ ഇതാക്കുന്നത്? ഇത് നമ്മളെ ഇതിൻ്റെ റേഞ്ച്, ഈ ഡേറ്റ് റേഞ്ച് ഈ 4/18/2008 മുതൽ അവസാനം വരെ നമ്മളെ ടേബിളിലുള്ള റേഞ്ച്. ഓക്കെ, 11/10/2020 ഉള്ള റേഞ്ചാണ് നമുക്കവിടെ സെലക്ട് ചെയ്തത്. അതിനുശേഷം ആ റേഞ്ച് സെലക്ട് ചെയ്ത് കോമഡ്, ദെൻ നമ്മൾ സ്പേസ് കൊടുത്തു. സ്പേസ് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടീഷൻ, ഡേറ്റ് കണ്ടീഷൻ, ആ കണ്ടീഷൻ എന്തായിരിക്കണം? ലെസ് ദാൻ ഈ 5/1/2008 ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. പിന്നെ വീണ്ടും ഒരു കോമട്ട്, വീണ്ടും നമ്മൾ അതേ റേഞ്ച് തന്നെ സെലക്ട് ചെയ്തു, കോമട്ട്. നെക്സ്റ്റ് കണ്ടീഷൻ, ഈ ഡേറ്റിനേക്കാൾ ലെസ് 31-നേക്കാൾ മെയ് 31-നേക്കാൾ ചെറുതായിരിക്കണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻ്റർ അടിക്കുക. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഡേറ്റിലുള്ള നമ്പർ ഓഫ് മാച്ച് നമുക്ക് കിട്ടും. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡേറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ അഡീഷണൽ ആയിട്ട് പറയുന്നത്, ഈ ഡേറ്റിൽ നിന്ന് നമുക്ക് ഒരു പുതിയൊരു കോളം ഉണ്ടാക്കണം. അതിൽ മന്ത് മാത്രം മതി. അപ്പോൾ അങ്ങനെ എക്സ്ട്രാക്ട് മന്ത്, ഇയർ, അതേപോലെ തന്നെ ഡേറ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കഴിയും നോക്കാം. ഫസ്റ്റ് ഞാൻ ഡേറ്റ് എക്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, പുതിയൊരു കോളം ഉണ്ടാക്കി, ഈക്വൽ ടു ഡേ എന്ന് കൊടുക്കാം. ഡേ ഫംഗ്ഷൻ കിട്ടും. ദെൻ ഏതാണോ നമ്മളെ കോളം, ആ കോളം കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ചോദിക്കുന്ന ഓട്ടോ ഫില്ല് വേണം, ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡേ മാത്രം ഇതിൽ നിന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഡേ കിട്ടി, ഇനി മന്ത് വേണം. മന്ത് പുതിയ കോളം ഉണ്ടാക്കി, അതിന് മന്ത് മാത്രം എനിക്ക് വേണം. സെയിം തന്നെ, ഈക്വൽ ടു മന്ത് നോക്കാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോളം സെലക്ട് ചെയ്യുക, ഡേറ്റ് കോളം സെലക്ട് ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതേപോലെ ഓട്ടോ സജസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡേയും കിട്ടി. ഇനി ഇയർ ആണെങ്കിലോ സെയിം, ഇയറിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഇയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഏതാണോ കോളം, ആ കോളം സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ബാക്കിയുള്ള കോളത്തിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ഓട്ടോ ഫില്ല് കൊടുക്കും. അപ്പോൾ ഇയറും കിട്ടി. മനസ്സിലായല്ലേ? അപ്പോൾ ഇതാണ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യന് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇതിൽ ചോദിക്കുന്നത് കൗണ്ട് നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് ഫിഫ്റ്റീസ് he has scored following the ODI batting career of Sachin Tendulkar. ഇതാണ് സ്കോർ കാർഡാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിന് എത്ര ഹൺഡ്രഡ്സ്, ആൻഡ് ഫിഫ്റ്റീൻസ്, നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് ഫിഫ്റ്റീൻസ് he has scored, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, സ്കോർ ഇതാണ്, സ്കോർ കോളം. അപ്പോൾ ഇതിൽ ഈ സ്കോർ കോളം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ
ഇതിൽ എന്താണ്, ഇതിലൊന്നും ഒന്നും ഡാറ്റകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അനാലിസിസ് ചെയ്യുമ്പോൾ ആദ്യം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ പുതിയ രണ്ട് ഫംഗ്ഷനും പിടിക്കുന്നു, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ തന്നെ ഇതിൽ കണ്ടോ 52 സ്റ്റാർ വരുന്നുണ്ട്. അപ്പോൾ 52 സ്റ്റാർ നമുക്ക് ആവശ്യമില്ല, സ്റ്റാറിന് പകരം നമുക്ക് 52 എന്ന് മാത്രം മതി. അപ്പോൾ സ്റ്റാറിനെ എല്ലാം റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കാം. ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, അതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈക്വൽ ടു ഈ റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റൈറ്റ് വാല്യൂ സെലക്ട് ചെയ്ത് എത്ര റൈറ്റ് വാല്യൂ, ഇത് ടെക്സ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈറ്റ് വാല്യൂവിന് ഒരു വാല്യൂ സെലക്ട് ചെയ്തു. എന്നിട്ട് അതേപോലെ ഒരു വാല്യൂ സെലക്ട് ചെയ്തു. പിന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തിന് ഒന്ന് റിമൂവ്, അഥവാ ഇങ്ങനെ ഇത് കൊടുത്ത് ഈ റൈറ്റ് വാല്യൂ സെലക്ട് ചെയ്ത് ഈക്വൽ ടു സ്റ്റാർ ആണെങ്കിൽ, ഈ ഇഫ് റൈറ്റ് വാല്യൂ ഓഫ് ദ കോളം നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റാർ ആണെങ്കിൽ എന്താക്കണം, ലെഫ്റ്റ് ഓഫ് ദാറ്റ് കോളം ലെങ്ത് -1. അത് പറഞ്ഞാൽ ഈ സ്റ്റാറിനെ റിമൂവ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താക്കണം, ആ സെയിം കോളം തന്നെ ഇവിടെ കിട്ടണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഇഫ് റൈറ്റ് ഓഫ് എന്താണ് ഈ വാല്യൂ അതിൽ ഈ വാല്യൂവിൽ അവസാനം ഫസ്റ്റത്തെ ക്യാരക്ടർ എടുക്കണം. ഇവിടെ 1 കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈക്വൽ ടു എന്താണ്, സ്റ്റാർ അല്ലേ, ആ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം, എനിക്ക് ഇനി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ലെഫ്റ്റ് ഫംഗ്ഷനിൽ ഈ കോളത്തിൻ്റെ ലെങ്ത് ഓഫ് ദിസ് കോളം -1. ഓക്കെ, അപ്പോൾ ആസ്റ്റിക് നമ്മൾ സെലക്ട് ചെയ്ത ആസ്റ്റിക് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിലോ സെയിം കോളം തന്നെ കിട്ടണം. ഇത് കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ചോദിച്ചു ഓട്ടോ ഫില്ല് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റാർ പോയി കിട്ടി. സ്റ്റാർ പോയാൽ മാത്രം പോരല്ലോ. പിന്നെ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെ സ്റ്റാർ ഇവിടെ 52 എന്നുള്ളത് നമ്മൾ കോളം കൊടുത്ത് തെറ്റിപ്പോയി അല്ലേ. ഇതായിരുന്നു നമ്മളെ കോളം അല്ല, ഇതിലല്ലേ സ്റ്റാർ ഉള്ളത്. ഇവിടെ സ്റ്റാർ ഇല്ലല്ലോ, ഇതിൽ സ്റ്റാർ വരുന്നുണ്ടോ, ഇല്ല. ഓക്കെ, അപ്പം സ്റ്റാർ കൊടുത്തത് നമ്മൾ കോളം കൊടുത്ത് പറയും. ഇതാണ് റൺസിൻ്റെ ഇതായിരിക്കണം, റൺ. ഓക്കെ, അപ്പോൾ അത് മാറ്റാം. ഇത് കൊടുക്കും, രണ്ടിടത്തും H1 തന്നെ കൊടുക്കും. കോളം മാറിയതാണ്. ഓക്കെ, എന്നായി എൻ്റർ കൊടുക്കും. ഇനി ഇതെടുത്ത് ലാസ്റ്റ് വരെ കളിച്ചു. ഇപ്പോൾ എന്തായിട്ടുണ്ട് എന്നും
ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സൊക്കെ 52 ഉള്ള സ്റ്റാർ പോയിട്ട്. പക്ഷെ ഇവിടെ വീണ്ടും എന്താണ് ഇത് 52 മാറിയിട്ടുണ്ടെങ്കിലും 52 ഇവിടെ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ക്യാരക്ടർ ആയിട്ടാണ്. അപ്പൊ അതിന് വാല്യൂ ആക്കാൻ വാല്യൂ ഉള്ളതെല്ലാം റൈറ്റ് സൈഡിലുണ്ട്. വാല്യൂ ആക്കാൻ നമുക്ക് എന്താക്കിയാൽ മതി, ഇതേ ഇക്വേഷനിൽ ഇവിടെ വാല്യൂ ഫംഗ്ഷൻ ആഡ് ചെയ്യും. അപ്പൊ വാല്യൂ ആയിട്ടുണ്ട്. അത് വീണ്ടും അടിയിലേക്ക് വലിച്ചിടാം. നേരത്തെ തന്നെ വാല്യൂ ആയി. വാല്യൂയിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വാല്യൂ അല്ലാത്തതിലെല്ലാം വാല്യൂ വാല്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാല്യൂ എന്നുള്ളത് നമുക്ക് 0 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈഫ് എറർ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അത് അതിന്റെ മുന്നിലേക്ക് അടയി കൊടുത്താൽ മതി. ഈഫ് എറർ ആണെങ്കിൽ 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ വാല്യൂ മാറിയിട്ട് നമുക്ക് എന്നിട്ട് ഫുൾ വലിച്ചിടാം. വാല്യൂ എന്നുള്ള എറർ വന്നപ്പോൾ എന്തായിട്ടുണ്ട്, ആ എറർ വന്നത് എല്ലാം എന്തായി 0 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ. വാല്യൂ എറർ വന്നതെല്ലാം 0 ആയി. അപ്പൊ ഇത് പെർഫെക്റ്റ് ക്ലീൻഡ് ആയി. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് നമ്പർ ഓഫ് 150 കൗണ്ട് ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഈ കോളത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം. ഈ കോളത്തിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് 50സിനും നമ്പർ ഓഫ് ഹൺഡ്രഡ്സും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് കൗണ്ട് ഇഫ്സ് എന്നുള്ളതാണ്. 50s കണ്ടുപിടിക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം 50s കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ റൺസ് 15 മുകളിലും പക്ഷെ 100 കുറവായിരിക്കണം അല്ലേ. അതുകൊണ്ട് കൗണ്ട് ഈഫ്സ്, ഈഫ് പറ ഈഫ്സ്, എസ്സും കൂടി കൂട്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ കണ്ടീഷൻ യൂസ് ചെയ്യാനുള്ള കൗണ്ട് ഈഫ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് ഈഫ്സ് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടി റേഞ്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഇവിടുന്ന് മുതൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിച്ച് ഇതെന്തായിരിക്കണം കണ്ടീഷന്. കണ്ടീഷന് നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. ഈ റേഞ്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കണം. ഓക്കെ, പിന്നെ കോമഡ ദെൻ വീണ്ടും നെക്സ്റ്റ് സെയിം റേഞ്ച് തന്നെ എടുക്കണ്ടേ. സെയിം റേഞ്ച് അതെന്തായിരിക്കണം, അവിടെ കണ്ടീഷൻ പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും. എന്നിട്ട് ഡബിൾ കോട്ട് ഇതാക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്കവിടെ കിട്ടി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 102 50s ഉണ്ട്. ഈ റേഞ്ചിൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. റേഞ്ച് കറക്റ്റ് ആണല്ലേ. സെയിം ഓക്കെ, ഗ്രേറ്റർ ദാൻ 15 ഈക്വൽ ടു 15 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഇല്ല. അപ്പോൾ 96,100 ആണ്. 96 50s ഉണ്ട്. ഇനി നമുക്ക്
ഹൺഡ്രഡ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. അതിന് കൗണ്ട് ഈഫ്സ് വേണ്ട, ഒരു കണ്ടീഷൻ മാത്രമല്ല നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടുള്ളൂ. കൗണ്ട് ഈഫ് കൗണ്ട് ഈഫിൽ ആദ്യം റേഞ്ച് കണ്ടുപിടിക്കണം. 100 കോമ ഇനി നമ്മളെ കണ്ടീഷൻ എന്താണ് അറിയാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എങ്കിൽ നമുക്ക് 100 കിട്ടും. അപ്പോൾ 49 100 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശേഷം ഒന്നും കൂടി ഞാൻ കാണിക്കാം. ഓക്കെ, 50 കണ്ടുപിടിക്കാൻ കൗണ്ട് ഈഫ്സ് കൊടുത്തു. നമ്മൾ ആദ്യം ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്ത് അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 50 ആണ്, ഡബിൾ കോട്ടിനുള്ളിൽ എഴുതി. വീണ്ടും സെയിം റേഞ്ച് സെലക്ട് ചെയ്ത് പിന്നെ അടുത്ത കണ്ടീഷൻ കോമ ഇട്ടിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒരു 100 കൊടുത്തു. ഇല്ല, ലെസ് ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ 100 എന്നിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് 96 കിട്ടി. സെക്കൻഡ് കണ്ടീഷനിൽ ഗ്രേറ്റർ ദാൻ 100 ഈക്വൽ ടു 100 മതി. അപ്പോൾ കൗണ്ട് ഈഫ്സിന് പകരം ഈഫാണ് കൊടുത്തത്. സെയിം റേഞ്ച് കോമ ഇട്ടിട്ട് ഇത് കൊടുക്കും. 49 100. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ആയിരിക്കും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം മറന്നു പോകും.